ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ പിന്നിലായി കാണുന്ന ഈ ദൃശ്യമുണ്ടല്ലോ, ആ ഭൂപടത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. കാരണം ഈ നേപ്പാളിൽ ഈ പ്രളയത്തിന് പിന്നിലുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡോട്ടുകളായിട്ടുള്ള ജില്ലകൾ. ഇപ്പോൾ രസുവ ജില്ല, രസുവഗഡി, അതിൽ തൃശൂലി എന്ന് പറയുന്ന ഭാഗം, ഇതൊക്കെ കാണുമ്പോൾ ആദ്യം ഇതിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ രസുവ ജില്ലയിൽ നിന്ന് അവിടെ തിമൂരി എന്ന പ്രദേശത്തിന് മുകളിൽ ഹിമാലയത്തിൽ മഞ്ഞുമല ഉരുകിയാണ് ഈ പ്രളയം ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെ ആ മഞ്ഞുമല ഉരുകിയത് കാരണമാണ് ഇന്നിപ്പോൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതെന്ന് പറയുന്നത് ഈ ലെൻഡെ ഖോല എന്ന് പറയുന്ന പ്രദേശം, ഈ ഖോലയിലൂടെയും തിമൂരിയിലൂടെയും നേരിട്ട് ഈ സാബ്രു ബേസിയിലെത്തി തൃശൂലി നദിയിലേക്ക് പ്രളയജലം കുത്തിയൊലിച്ചെത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു മിന്നൽ പ്രളയം വരുന്നൊരു വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ലെൻഡെ ഖോലയിൽ അതിൽ സാബ്രു ബേസി പിന്നിട്ട് ഈ തൃശൂലി എന്ന് പറയുന്ന ഒരു നദി, ആ നദിയിലേക്ക് പ്രളയജലം ആകെ കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. അതിനൊപ്പമാണ് ഒരുപാട് ആ പ്രദേശം ആകെ നഷ്ടപ്പെട്ടു പോയത്. സമയം ഒരു രാവിലെ 8:37 ആ 8:37 കൂടി നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിൽ ഹിമാലയത്തിൽ ഒരു 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടാകുന്നു. ഇത് ഇത്തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഒരു കാരണം ഇങ്ങനെയാണ്, ഇതിന്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ പറയുന്നത്. വലിയ ആഘാതം ആ പ്രദേശത്തെ ആകെ ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്നും തുടങ്ങി ഇങ്ങനെ വരുന്ന ഒരു പ്രദേശം, ആ നദിയിൽ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം ആ പ്രദേശത്തെ ആകെ തുടച്ചു നീക്കുന്ന വലിയ ആഘാതമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് ഈ ഭൂചലനം ഉണ്ടാക്കാൻ സാധിക്കില്ലെങ്കിലും വളരെ ദുർബലമായി നിൽക്കുന്ന മഞ്ഞുപാളികൾ താഴേക്ക് പതിക്കാനും മഞ്ഞുരുകാനുമൊക്കെയുള്ള സാധ്യത കൂട്ടും. കാരണം നമുക്കറിയാം മഞ്ഞ് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഒട്ടാകെയും. അപ്പോൾ വീണ്ടും മഞ്ഞുരുകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ നിലവിലുള്ള ഒരു അവസ്ഥ അത് കൂടുതൽ ഗുരുതരമാകും. ഇപ്പോൾ തന്നെ ഈ മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത വീണ്ടും ഉണ്ട് എന്നുള്ളത് അറിയിപ്പുകളുള്ള സാഹചര്യമാണ്. അവർക്ക് ഓരോ നിമിഷവും അങ്ങനെ അറിയിപ്പുകൾ വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ മഞ്ഞ് ഉരുകി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതാണ് ഈ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നതിന്റെ തുടക്കഭാഗമാണ് ഈ കാണുന്നത്. അതിൽ നേപ്പാൾ ടിബറ്റൻ ബോർഡറിൽ ആ തീവ്രതയൊക്കെ കാണാം. ഭൂചലനം ഏകദേശം തീവ്രത 4.4 അതിന്റെ തീവ്രത. ഐസും കല്ലും ഒക്കെ ചേർന്ന ഒരു ഹിമപാതം രൂപപ്പെട്ടു. അതാണ് ഇതിന്റെ ഒരു പ്രഭവമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ആ ഒരു ഹിമപാതത്തിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ ഹിമപാതം ലെൻഡെ ഖോലെ നദിയുടെ ഗതി തന്നെ മാറ്റി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വീണ്ടും മഞ്ഞുരുകുമെന്നൊക്കെയുള്ള ആശങ്കകൾ, അതാണ് ആ ഒരു ഹിമപാതം, അത് വീണ്ടും ഒരാശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് പിന്നീട് അവിടെ ഉണ്ടായത്. അതിൽ ഈ ഹിമപാതം ഒരു താൽക്കാലിക ഡാം പോലെ തന്നെ രൂപപ്പെടുകയാണ് ഉണ്ടായത്. അത്രയധികം ജലം, കുത്തിയൊലിച്ചെത്തിയ വെള്ളം, ഇതെല്ലാം ചേർന്ന ഒരു ഡാം രൂപത്തിലേക്ക് അത് മാറുന്നു. പക്ഷേ ആ ഡാം രൂപത്തിലുണ്ടായത് തന്നെ തകരുന്നൊരവസ്ഥ. ഒരു ഡാം തകർന്നാൽ പിന്നീട് ആ പ്രദേശം ഏത് തരത്തിലായി മാറും എന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ്. ഇതാണ് ഏകദേശം ആ ഒരു 9 മണിയായപ്പോഴേക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമയം, ഇപ്പോൾ പ്രഭവ സമയം എന്ന് പറയുന്നത് ഒരു 8:00 കൂടി തന്നെ ഇതിൻ്റെ ഒരു ആഘാതം തുടങ്ങുന്നുണ്ട്. പിന്നീട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ആ പ്രദേശം കാണാം നമുക്ക്. ആ രസുവഗഡി, തിമൂരെ, ആ തകർന്നു കിടക്കുന്ന ഒരു പാലം, പിന്നീട് തൃശൂലി നദിയിലേക്കാണ് അത് ഒഴുകിയെത്തുന്നത്. ആ പ്രദേശം ആകെ തുടച്ചു നീക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു ആഘാതം തന്നെ വലുതായിരുന്നു.